വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗോഡ്സ് ഓൺ ലൈഫ് ഹാക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഗോഡ്ലിയാട സ്കൂളിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, റെയിൻബോ ഡേ. അപ്പം കുട്ടികളും പേരൻസുമായിട്ട് ചെല്ലണമെന്ന് ടീച്ചേഴ്സ് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ ഒരുമിച്ച് അവിടെ പോയി. അപ്പം വിബ്ജിയോർ കളറായിരുന്നു എല്ലാ കുട്ടികളും ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പം ഓരോ കുട്ടികൾക്കും ഓരോ കളർ ടീച്ചേഴ്സ് പറഞ്ഞു വിട്ടു. സ്കൂളിലേക്ക് പറഞ്ഞത് റെഡ് കളറായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പേരൻസും റെഡ് കളർ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളും റെഡ് കളർ ഇട്ടു. അങ്ങനെ അവിടെ പോയി പ്രോഗ്രാമൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കുട്ടികളുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് പേരൻസിന് ഗെയിം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം പങ്കെടുത്തു. അപ്പം പല പല കളറുള്ള ബോൾ തരും. അത് നമ്മൾ താഴത്തെ കാപ്പി വെച്ചിരിക്കുന്ന പോലെ തന്നെ മണ്ടയിൽ നമ്മൾ കാണാതെ അടുക്കി വെക്കണം. അതായിരുന്നു ഗെയിം. അപ്പോൾ ഞങ്ങൾ പേരൻസ് എല്ലാം പങ്കെടുത്തു, ഞാനും പങ്കെടുത്തു. എനിക്കത് റെഡിയായില്ല, ഞാൻ വെച്ചിട്ടൊന്നും ശരിയായില്ല. പിന്നെ വൈദ്യാൻ ഏതായാലും അതിനകത്ത് വെച്ച് റെഡിയായി. വൈദ്യാന് ഫസ്റ്റും കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വേറെ ഗ്രൂപ്പായിട്ടുള്ള ഗെയിം ഉണ്ടായിരുന്നു, അതിൽ ഞങ്ങൾ പങ്കുചേർന്നു. അപ്പം വളരെ രസമുള്ള ഒരു ദിവസമായിരുന്നു. ഒരു ചെറിയ പ്രോത്സാഹനം ഇപ്പം നൽകുകയാണ്. അതുപോലെ നമ്മുടെ സ്കൂളിൻ്റെ മെറിറ്റ് ഡേയിൽ ഇവർക്കുള്ള സ്പെഷ്യൽ അവാർഡ് അന്ന് നൽകുന്നതായിരിക്കും. നമുക്കൊന്ന് ക്ലാപ്പ് ചെയ്യാം അല്ലേ? അപ്പോൾ നമ്മുടെ അക്ഷരമുറ്റം കുഞ്ഞുങ്ങളുടെ വകയായിട്ട് 1ാം സമ്മാനം ലഭിച്ച ശ്രീ ബൈജു, ഇപ്പോൾ ഞാൻ പറഞ്ഞതാണ്, അദ്ദേഹം ഒത്തിരി നോവലായിട്ടുള്ള ഐഡിയാസ് ഉള്ള വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള ഒരു ചോക്ലേറ്റ് നൽകാം. ആൻഡ് മിസ്സസ് ടിൻറ്റു ഓൾസോ നല്ലപോലെ ട്രൈ ചെയ്തു. പ്രത്യേകം ആശംസകൾ. ഓക്കെ, താങ്ക് യു. അത് കഴിഞ്ഞ് പിന്നെ ബോൾ പാസിംഗ് ഗെയിം ആയിരുന്നു. ബോൾ പാസിംഗ് ഫ്രണ്ട് നിൽക്കുന്ന ആൾ ബാക്കിൽ നിൽക്കുന്ന ആൾക്ക് ബോൾ എടുത്ത് കൊടുക്കും. അപ്പം തറയെ വീഴാതെ പുറകോട്ട് കൊടുക്കണം. നമുക്ക് തല തിരിക്കാൻ പാടില്ല, പുറകോട്ട് നോക്കാൻ പാടില്ല. അങ്ങനെ മേടിച്ച് അതൊരു ബക്കറ്റിലിടണം. ആ ഗെയിമായിരുന്നു. ആ ഗെയിമിൽ ഞങ്ങളും പങ്കെടുത്തു. ഞങ്ങളുടെ ടീമിന് ഫസ്റ്റ് കിട്ടി. അങ്ങനെ വളരെ രസമുള്ള ഒരു പ്രോഗ്രാമാണ്.
കഴിഞ്ഞ് പിന്നെ ടീച്ചേഴ്സ് കുട്ടികൾക്ക് മഴവില്ലിൻ്റെ ഡെമോ കാണിച്ചു കൊടുത്തു. എങ്ങനെയാണ് മഴവില്ല് ഉണ്ടായി വരുന്നത് എന്നുള്ളത് കുട്ടികളെ കാണിച്ചു കൊടുത്തു. അപ്പം അതെല്ലാം കുട്ടികൾ വന്ന് തൊടുവാണ്. അതിലെല്ലാം തൊട്ട് കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് വളരെ സന്തോഷമായി. ഇന്നലത്തെ പ്രോഗ്രാം കുട്ടികൾക്ക് ഒരുപാട് സന്തോഷമായ ഒരു പ്രോഗ്രാമായിരുന്നു. കൂടാതെ ഞങ്ങൾക്കും ഒരുപാട് സന്തോഷമായി ആ പ്രോഗ്രാമിൽ ചെന്ന് പങ്കെടുക്കാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നി.